വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ നമ്മളൊക്കെ ഞങ്ങളുടെ പൂവൊക്കെ കാണിച്ചു തരാം. ഔട്ട്സൈഡ് ആണ് ഹോം ടൂർ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ പൂവാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പൂ, പിന്നെ അതിൻ്റെ കൂടെ ഈ പൂവും കൂടെ വളർന്നിട്ടുണ്ട്. എന്തോ പൂവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങളുടെ ഉമ്മയുടെ ഇതിൻ്റെ പേരെന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പേരും എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പിച്ചുണ്ട്. ഇതിൻ്റെ പേരും എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു പൂവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പൂവാണ്. അടുത്തത് ഇതൊരു ഇലയാണ്. ഇതിൻ്റെ അകത്ത് പൂവൊന്നും പിടിക്കൂല. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്യണേ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോന്ന്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചെടി ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയുക. ഇതാണ് തുളസി. ഇതും തുളസിയാണ്. ഇത് ചെമ്പരത്തി തുളസിയാണ്. ഇത് ചെമ്പരത്തി പൂവാണ്. ഇത് ചെമ്പരത്തിയാണ്. പിന്നെ ഇത് കുറെ ഇലകളൊക്കെയാണ്. ഇതിൻ്റെ അതൊന്നും ഒന്നും പിടിക്കത്തില്ല. ഇതും തുളസി. പിന്നെയും തുളസിയുണ്ട്. പിന്നെ മുള്ളിയടിയുണ്ട്. അതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റിലൂടെ പറയുക. ഗൈസ്, പിന്നെ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ്? നല്ല ഇങ്ങനത്തെ ചെടി ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു. പിന്നെയും ഗൈസ് മുള്ളിച്ചെടി കുഞ്ഞ്. ഗൈസ്, ഈ പൂവും ഏകദേശം സെയിം ആണ്. ഈ പൂ, പിന്നെ ഈ കുഞ്ഞ്. ഇതിന്റെ പേര് ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ ദാണ്ട ഈ മുള്ളിച്ചെടിയാണുള്ളത്. ഇതിൻ്റെ അകത്ത് തൊട്ടാൽ നമ്മുടെ കൈ മുറിയും. പിന്നെ ഈ ചെടിയാണ് നമ്മുടെ വെള്ളത്തിൽ നനച്ചിട്ട് കണ്ണി വെക്കുന്നതാണ് ഗൈസ്. ഈ നമ്മുടെ വല്ല ചെടി ഇത് എല്ലാവരുടെയും വീട്ടിൽ കാണും. എന്തായാലും ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്, എല്ലാവരും വളർത്തുന്നതാണ്. ഗൈസ്, ഈ കുഞ്ഞിച്ചെടി കണ്ടോ ഗൈസ്? ഈ കുഞ്ഞിച്ചെടി കണ്ടോ ഗൈസ്? ഈ കുഞ്ഞിച്ചെടി ഗൈസ്. പിന്നെ ഒരു തുളസി ഉണ്ട് ഇവിടെ. സത്യത്തിലും കൂടുതലായിട്ടുള്ള തുളസിയാണ്. പിന്നെ ഈ ഒരു പിങ്ക് ടൈപ്പ് ഒരു ഇലയുണ്ട്. അത് എന്തിന്റെ ഇലയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മുളകിന്റെ ചെടിയുണ്ട്. ഇവിടെയൊക്കെ മൊത്തം വെജിറ്റബിൾസിന്റെ ആണ്.